ഒരുപാട് ഇഷ്ടമുള്ളവരുടെ ലൈഫിലോട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇടിച്ചു കയറി ചെന്ന് ഒരു സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം കാണും. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. നമുക്ക് ഇന്ന് അങ്ങനെ ഒരു കഥ കണ്ടാലോ. രാവിലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ കൊല്ലത്തോട്ട് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ അമലയും യൂട്യൂബർ കാർത്തികയും ഉണ്ട്. വഴിയെ നമ്മുടെ ശ്രുതി ഇങ്ങെത്തും കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് കൊല്ലത്തുള്ള വി പാർക്കിലോട്ടായിരുന്നു. ആദ്യം ഇന്നത്തെ ഡേ ഒന്ന് പ്ലാൻ ചെയ്യണ്ടേ, ചുമ്മാ തങ്ങ് കയറി പോകാൻ പറ്റില്ലല്ലോ. ഒരു സൈഡിൽ ബുദ്ധിപരമായൊരു ഗെയിം നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലെ രണ്ട് മന്ദബുദ്ധികളിരുന്ന് ഫോണിൽ കുത്തുന്നു. എന്താ അല്ലേ, പോട്ടെ, സാരില്ല. അപ്പോൾ നമ്മൾ നേരെ പോയിട്ടുള്ളത് ശ്രീനാരായണ വനിതാ കോളേജ് കൊല്ലത്തിലോട്ടാണ്. ഇന്നത്തെ കഥ നടക്കുന്നത് ഇവിടെയാണ്. എൻ്റെ ബിരുദാനന്തര ബിരുദം ഞാൻ ഇവിടെ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സൊക്കെ ഒന്ന് കണ്ടാലോ. ദിസ് ഈസ് അവർ ഹാപ്പി പ്ലേസ്. ഇത് പണ്ടെപ്പോഴോ കാർത്തിക് ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് വർക്കാണ്. പക്ഷേ അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈം കൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്നുള്ളത്. എൻ്റെ ഒരു ബെറ്റർ വേർഷനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഈ കോളേജിൽ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അന്നത്തെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ സ്ഥിരം ട്രൈപ്പോഡായിരുന്നു ഈ ചെടി. ഇപ്പോൾ ഇവനങ്ങ് വല്ലാണ്ട് വളർന്നു പോയി കേട്ടോ. ഇനി നമ്മൾ വന്ന കാര്യത്തിലോട്ട് കിടക്കാം. ഞങ്ങളുടെ ഫ്രണ്ട് വൈഷ്ണവി ഇവിടെ NCCയിലെ പിള്ളേർക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവൾ കാണാതെ ഒളിച്ചു നിൽക്കുകയാണ് അമലയും കാർത്തികയും. അപ്പോൾ ഒരുപാട് കള്ളം പറഞ്ഞ് ഞാൻ വൈഷ്ണവിയെ ഞങ്ങളുടെ ക്ലാസ്സിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും എക്സ്പ്രസീവ് അല്ലാത്ത വൈഷ്ണവി ഇത്രയും എക്സ്പ്രഷൻ ഇട്ട് മരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവൾ എന്തുമാത്രം സർപ്രൈസ് ആയി എന്നുള്ളത്. അത് കണ്ടപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സങ്ങ് നിറഞ്ഞു. സാധാരണ എന്ത് പരിപാടിക്ക് വിളിച്ചാലും അവസാന നിമിഷം ഞാൻ വരുന്നില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇന്ന് അവരുടെ വധഭീഷണിയെ തുടർന്ന് ഞാൻ കൃത്യസമയത്തിന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ ശ്രുതിയുടെ എൻട്രി ഞങ്ങൾ ഭയങ്കര സർപ്രൈസ് ആക്കി വെച്ചേക്കുമായിരുന്നേ. പക്ഷേ ലോല മനസ്കയായ അമലയുടെ വായിൽ നിന്ന് അറിയാതെ അതങ്ങ് പുറത്തു വന്നു. പിന്നെയും ശ്രുതിക്ക് വിഷമമാവേണ്ടെന്ന് കരുതി വൈഷ്ണവിതെ ഭയങ്കരമായിട്ടുള്ള എക്സ്പ്രഷൻ ഇട്ട് തകർക്കുന്നുണ്ട്. സർപ്രൈസ് പൊളിച്ചതിന് അമലയ്ക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിബോധിച്ചു. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോസ് റീക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ താണ്ടിടാ ഞാൻ 2 വർഷം കഷ്ടപ്പെട്ട് നിന്ന എൻ്റെ ഹോസ്റ്റൽ. ഓർമ്മിപ്പിക്കലേ അതൊന്നും. പിന്നെ ഞങ്ങളിതേ B&Bയിൽ പോയി നല്ല അവിൽ മിൽക്കൊക്കെ കുടിച്ചു. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ 10 രൂപ ഷാർജയാണെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ശരിക്കും ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുള്ളതല്ലല്ലോ, നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് പേര് നമ്മുടെ ലൈഫിലുള്ളതല്ലേ ശരിക്കുള്ള ബ്ലെസ്സിങ്. ആ കാര്യത്തിൽ ഞാൻ ഒരുപാട് ലക്കിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.